أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. അൽ-ബഖറയിലെ 85-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും നിങ്ങളുടെ ആളുകളെ പുറത്താക്കുകയില്ലെന്നും നാം നിങ്ങളോട് കരാർ വാങ്ങുകയും എന്നിട്ട് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് സമ്മതിക്കുകയും ചെയ്തിരുന്ന അവസരവും സ്മരിക്കുക. സയ്യിദ്നാ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ അള്ളാഹു യഹൂദികളുടെ 2 സാംസ്കാരികമായിട്ടുള്ള ന്യൂനതകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മദീനയിൽ താമസിച്ചിരുന്ന യഹൂദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ന്യൂനതകളാണ്. പറയുന്നു, നിങ്ങൾ പരസ്പരം രക്തം ചിന്തുകയില്ലെന്നും പരസ്പരം വീടുകളിൽ നിന്നും പുറത്താക്കുകയില്ലെന്നും പറഞ്ഞുകൊണ്ട് നാം നിങ്ങളിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. ഇവിടെ തങ്ങളുടെ തന്നെ രക്തം ഒഴുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ സമുദായത്തിലുള്ളവരെ തന്നെ വധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ പദം ഉപയോഗിക്കാനുള്ള കാരണം തൻ്റെ സമൂഹത്തിലുള്ളവരെ വധിക്കുക യഥാർത്ഥത്തിൽ തങ്ങളെ തന്നെ വധിക്കുന്നതിന് തുല്യമാണ്. ഈ കാര്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ചില ആളുകളുടെ മരണം മുഴുവൻ സമൂഹത്തിൻ്റെയും മരണം പോലെയായിരിക്കും. അതുപോലെ തന്നെ വീടുകളിൽ നിന്നും പുറത്താക്കുക എന്ന് പറയുന്നത് കൊണ്ടും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ നിന്നും കുറച്ച് ആളുകളെ പുറത്താക്കുന്നത് തങ്ങളെ തന്നെ പുറത്താക്കുകയാണ് എന്ന് പറയാനുള്ള കാരണം ആ സമൂഹത്തിൻ്റെ അറിവില്ലായ്മ അവർക്ക് പ്രകടമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇക്കാര്യത്തെക്കുറിച്ച് അടുത്ത ആയത്തുകളിൽ അതിൻ്റെ വിവരണം വരുന്നുണ്ട്. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് വൈദ് അഖദ്നാ മീസാഖക്കും, നാം നിങ്ങളിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭത്തെ സ്മരിക്കുക എന്നാണ്. ഇതിനു മുമ്പുള്ള ആയത്തിൽ വൈദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിൽ നിന്നും വാങ്ങിയ കരാറിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മീസാഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 കരാറുകളും ബനി ഇസ്രായേലുമായി നടത്തിയ കരാറുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് വാക്കുകളിൽ ഈ വ്യത്യാസം വന്നിട്ടുള്ളത്? ഒരു ഭാഗത്ത് നിങ്ങളിൽ നിന്നും കരാർ മീസാഖക്കും എന്ന് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് മീസാഖ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഇതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് ഹുസൂർ പറയുന്നു, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകളിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ പോലും പുതിയ വിഷയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചെറിയ വാക്കുകളിലൂടെ പോലും അത് വലിയ വിഷയങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ആയത്തിൽ ബനി ഇസ്രായേൽ എന്ന് പറയുന്നതിന് പകരം കും എന്ന് പറയാനുള്ള കാരണം ആദ്യം പറഞ്ഞ ആയത്തിലുള്ള തിന്മകൾ എല്ലാ ബനി ഇസ്രായേലുകളിലും പൊതുവായി വ്യാപിച്ച തിന്മകളായിരുന്നു. എന്നാൽ രണ്ടാമതായി ഈ ആയത്തിൽ പറഞ്ഞത് മദീനയ്ക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും താമസിച്ചിരുന്ന യഹൂദികളിൽ കണ്ടുവരുന്ന തിന്മകളാണ്. അതുകൊണ്ടാണ് ആദ്യം ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പൊതുവായിട്ടുള്ള തിന്മകളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം കും എന്ന് പറഞ്ഞുകൊണ്ട് അറേബ്യയിൽ വസിച്ചിരുന്ന യഹൂദികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ തിന്മകളെ എടുത്തു പറഞ്ഞു. തുടർന്ന് പറയുന്നു സുമ്മ അഖറർതും വ അൻതും തഷ്ഹദൂൻ. ഇവിടെ പറയുന്നത് ചില സമയങ്ങളിൽ മനുഷ്യൻ വെറും മര്യാദ കാരണത്താൽ ഏതെങ്കിലും കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നു. പലപ്പോഴും അത് അവൻ്റെ ഹൃദയം അംഗീകരിക്കണമെന്നില്ല. എന്നാൽ ഇവിടെ അള്ളാഹു നൽകിയിട്ടുള്ള കൽപ്പനകൾ എത്രമാത്രം ഉന്നതമായിരുന്നുവെന്നാൽ അതിനെ നിങ്ങൾ നാവുകൊണ്ട് ഏറ്റുപറയുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഹൃദയം കൊണ്ടും അംഗീകരിച്ചതായിരുന്നു. അത് തീർച്ചയായും പ്രയോജനം നൽകുന്ന കൽപ്പനകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളായിരുന്നു.
എന്നാൽ ആ ഉറപ്പിനെയും നിങ്ങൾ വലിച്ചെറിയുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ നൽകിയ സാക്ഷ്യങ്ങളെ നിങ്ങൾ എതിർക്കുകയും ചെയ്തു. നിങ്ങളുടെ തന്നെ സഹോദരങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യാനും ആരംഭിച്ചു. അടുത്ത ആയത്തിൻ്റെ അർത്ഥം, പിന്നെ നിങ്ങളിതാ പരസ്പരം കൊല നടത്തുകയും നിങ്ങളിൽ ഒരു കൂട്ടർക്കെതിരായി പാപമായും അക്രമമായും അന്യോന്യം സഹകരിച്ചുകൊണ്ട് അവരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. അവർ തടവുകാരായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ മോചനദ്രവ്യം നൽകി രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരെ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്നും ചില ഭാഗം വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത്? എന്നാൽ നിങ്ങളിൽ ആരത് ചെയ്യുന്നുവോ അവർക്ക് ഐഹിക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റെന്ത് പ്രതിഫലം? മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ആയത്തിൽ പറയുന്നത് യഹൂദികൾ അള്ളാഹു 2 പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. അതായത് പരസ്പരം വധിക്കുന്നതിനെയും പരസ്പരം വീടുകളിൽ നിന്നും പുറത്താക്കുന്നതിനെയും. ഇവിടെ വീടുകളിൽ നിന്നും പുറത്താക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ അടിമകളാക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് സഫ്കുദ്ദിമ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തെക്കുറിച്ചാണ് വിവരിച്ചത്. യുദ്ധത്തിന് ശേഷമാണ് അടിമകളാക്കപ്പെടുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിലൂടെയാണ് ഇത്തരം അടിമകൾ ഉണ്ടാകുന്നത്. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം കൊല നടത്തരുത്. അപ്രകാരം തന്നെ ബൈബിളിൽ ഇസ്രായേലുകളെ അടിമകളാക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട്. താൽമൂദിൻ്റെ കാലഘട്ടത്തിൽ യഹൂദികളെ അടിമകളാക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ അവരിൽ ഐക്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇപ്രകാരമാണ് പറയുന്നത്, താൽമൂദിൻ്റെ നിയമത്തിൽ ഒരു യഹൂദിയെ പോലും അടിമയാക്കാൻ പാടില്ല എന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ കളവ് നടത്തിയ കാരണം വിൽക്കപ്പെട്ട ഒരാളാണെങ്കിൽ പോലും ആ വ്യക്തിയെ അടിമയായി കാണാൻ സാധിക്കുമായിരുന്നില്ല. യുദ്ധസമയത്ത് അടിമകളായ യഹൂദികളെ മോചിപ്പിക്കുന്നത് ഒരു പ്രതിഫലം നൽകുന്ന പ്രവൃത്തിയായിട്ട് മനസ്സിലാക്കപ്പെട്ടിരുന്നു. ഈ ഉദ്ധരണിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹൂദികളെ അടിമകളാക്കുക എന്നുള്ളത് ബൈബിളിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അനിഷ്ടകരമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും അടിമകളാക്കപ്പെടുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കണമായിരുന്നു. യഹൂദികൾ 2 വിധത്തിലാണ് അടിമകളായിരുന്നത്. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവർ സ്വയം തങ്ങളെ തന്നെ വിൽക്കുന്ന രീതിയായിരുന്നു. മറ്റൊന്ന്, ഏതെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമായി അവർ അടിമകളാക്കപ്പെടുമായിരുന്നു. എന്നാൽ അപ്പോഴും യഹൂദികൾ അല്ലാത്ത ആളുകളുടെ കീഴിൽ അവർ അടിമകളായിരുന്നില്ല. പ്രത്യേകിച്ച് കോടതികളും അത്തരക്കാരുടെ കൈകളിലേക്ക് യഹൂദി അടിമകളെ വിൽക്കുമായിരുന്നില്ല. ഈ ആയത്തിൽ പറയുന്നത്, ഈ കൽപ്പനകളെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്നു, നിങ്ങൾ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ വീടുകളിൽ നിന്നും പുറത്താക്കുന്നു. അതായത് യുദ്ധത്തിൻ്റെ ഫലമായി അവർ തടവുകാരായി വരികയും പിന്നീട് അവരെ അടിമകളാക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ചെയ്യാനുള്ള അനുവാദം നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നില്ല. പിന്നീട് അടിമകൾ ആക്കിയതിനു ശേഷം അവരെ മോചനദ്രവ്യം നൽകി നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. അതായത് യഹൂദികൾ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗത്തെ എതിർക്കുകയും മറ്റൊരു ഭാഗത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദി ഗോത്രങ്ങളെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം ഉണ്ടായിരിക്കുന്നതാണ്. വാഖിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.